അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകം ഇറങ്ങി, സുവിശേഷത്തിൻ ശക്തിയാ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 21-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. യേശു പിന്നെ അവരോട്, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് പറയണം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചതാണ്. എവിടുന്നാണ് വിളിച്ചത് പറയുന്നുണ്ട്. പത്രോസ് ഇത് ലേഖനത്തിൽ പറയുകയാണ്, അതിൻ്റെ 2-ാം അധ്യായത്തിൽ 1 പത്രോസ് 2:9 പറയാം, നിങ്ങളോ അന്ധകാരത്തിലും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. നമ്മളെ വിളിച്ചിരിക്കുകയാണ്. എന്തിനാ വിളിച്ചേക്കുന്നത്? എവിടുന്നാണ് വിളിച്ചേക്കുന്നത്? അന്ധകാരത്തിൽ നിന്ന്. എവിടത്തേക്ക് വേണ്ടിയാണ്? അത്ഭുത പ്രകാശമായി മാറാൻ. വിളിക്കകത്ത് നാം എങ്ങനെയെങ്കിലും ജീവിക്കാനല്ല, കർത്താവ് എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അഭിഷേകത്തോടെയാണ് വിളിച്ചേക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അയച്ചിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് വരുമ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മാത്രമല്ല, പരിശുദ്ധാത്മാവിൽ സ്വഭാവ ഗുണമുള്ളവരായി മാറണം വിളിക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ. അതുകൊണ്ടാണ് പറയുന്നത്, അന്ധകാരത്തിന് വിളിച്ചവൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണം, യേശു ക്രിസ്തുവിലുള്ള സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജകീയ പുരോഹിത വർഗം. അപ്പം നമ്മളെ അങ്ങനെ സൽഗുണം ഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ പ്രസംഗിക്കുന്നു. ഒരു ദൈവവേദന. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എങ്ങനെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്? പിതാവ് എന്നെ എങ്ങനെ അയച്ചോ അതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ നാം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളിൽ അതിൻ്റെ 10-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ അയച്ചതിനെക്കുറിച്ച് അപ്പോസ്തലന്മാർ രേഖപ്പെടുത്തുന്നു. 10:38 പറയാണ്, നസ്രേനാം യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതു. പിതാവാം ദൈവം യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ വെറുതെ അല്ല അയച്ചത്, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്താണ് അയച്ചത്. അഭിഷേകം ചെയ്തും ദൈവം അവനോട് കൂടെ ഇരുന്നു. ഇങ്ങനെ അഭിഷേകമുള്ള വ്യക്തികളുടെ കൂടെ ദൈവം ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, എന്നെയും നിങ്ങളെയും പിതാവാം ദൈവം യേശുക്രിസ്തു മുഖാന്തരം തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ നമ്മുടെ മേലൊരു അഭിഷേകം വച്ചിരിക്കുകയാണ്.
അതിൻ്റെ അർത്ഥം എന്താ? അഭിഷേകമുള്ളവനെ പിന്നെ ഈ ലോകത്തിൽ ആർക്കും തൊടാൻ കഴിയത്തില്ല. ഒരു പിശാചിനോ ഒരു അന്ധകാരത്തിനോ തൊടുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ ദൂതന്മാർ പ്രൊട്ടക്റ്റ് നിൽക്കുന്ന മാത്രമല്ല, നമ്മളെ ആർക്കും തൊടാൻ കഴിയാതെ വണ്ണം അവൻ തൻ്റെ ചിറകിൻ്റെ മറവിൽ തൻ്റെ മക്കളെ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അവനോട് കൂടെ ഇരിക്കുകയാണ്, കർത്താവ് തന്നെ കൂടെ ഇരിക്കുകയാണ്. അതാ കർത്താവ് പറഞ്ഞ ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 28-ാം അധ്യായത്തിൽ തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷമാകുമ്പോൾ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ ഇനിയും പുറപ്പെടണം എന്ന് പറഞ്ഞ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കത്തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് എന്നിട്ട് പറയാണ്, സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. എന്നിട്ട് പറയാം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടുണ്ട്. ദൗത്യമേൽപ്പിച്ച ആളുകളോട് കർത്താവ് പറയാണ്, എല്ലാ നാളും, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മളെ ഒരു പ്രത്യേക ദൗത്യത്തോടു കൂടെയാണ് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. പിതാവിന് പകരം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്നതുപോലെ യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ യേശു ക്രിസ്തു ഭൂമിയിൽ നിന്നതുപോലെ നസറേനാം യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും എന്തിനാല ശക്തിയാലും അഭിഷേകം ചെയ്തു. നമ്മൾ തെറ്റിദ്ധരിക്കാനൊരു കാരണമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേലുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും, അത്ഭുതങ്ങൾ സംഭവിക്കും. യെസ്, വളരെ നല്ല കാര്യം. പക്ഷേ കർത്താവ് അന്ത്യന്യായ ദിവസത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കാതെ രോഗസൗഖ്യം ചെയ്താൽ അവിടെ ചെല്ലുമ്പോൾ കർത്താവ് എന്തായിരിക്കും പറയുന്നത്? ഞാൻ നിന്നെ ഒരു നാൾ അറിയുന്നില്ല, എൻ്റെ നാമത്തിൽ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി എന്നൊക്കെ പറയാം. പക്ഷേ നിത്യജീവൻ അവകാശിയായില്ലെങ്കിലോ? അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം അവൻ നന്മ ചെയ്യുന്നവനായി മാറണം. നന്മ ചെയ്തും, അതാ പറയാം, നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കി. അപ്പോൾ ആദ്യം എന്താ സംഭവിക്കേണ്ടേ? നമ്മുടെ ജീവിതത്തിൽ നന്മ പ്രവൃത്തി ചെയ്യുന്നവരായി മാറണം. നാം ദൈവമക്കളായി ജീവിക്കുമ്പം തന്നെ, നമ്മൾ ദൈവരാജ്യത്തേക്ക് പ്രവേശിച്ചിരിക്കുമ്പം തന്നെ മറ്റുള്ളവർ പറയല്ലേ, ഇവൻ പോകുന്ന സ്ഥലത്തോട്ട് നമുക്ക് പോകണ്ട എന്ന് പറയുന്ന രീതിയിൽ വരാതെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ജീവിക്കാൻ കഴിയും. ദൈവരാജ്യത്തിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 14-ാം അധ്യായത്തിൽ പറയുകയാണ്, ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയമല്ല. അവിടെ എന്താ പറയുക? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. നീതിയാണ്, അതാണ് ആദ്യം. പിന്നെ സമാധാനമാണ് ദൈവരാജ്യം. പരിശുദ്ധാത്മാവിൽ വലിയ സന്തോഷമാണ്. അപ്പം നീതി ചെയ്യുന്നവരായി തീർന്നു, സമാധാനമുള്ളവരായി മാറണം, പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവമുള്ളവരായി തീർന്നു. എന്നിട്ട് പറയണം, അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായി മാറും. നമ്മളെ അയച്ചിരിക്കുമ്പോൾ, ദൗത്യം ചെയ്യുമ്പോൾ നാം മറന്നു പോകരുത്, നാം ക്രിസ്തുവിനെ സേവിക്കുന്നവരാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണ്. അപ്പം തന്നെ പറയണം, പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാകുന്നവരും തന്നെ. നമ്മൾ അയച്ചിരിക്കുമ്പം നമ്മൾ മനുഷ്യർക്ക് കൊള്ളാകുന്നവരല്ലെങ്കിൽ, നമ്മുടെ ഭവനത്തിൽ നമുക്ക് സാക്ഷിയില്ലെങ്കിൽ എന്താ പ്രയോജനം? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പം ഭൂമിയുടെ അറ്റത്തോളം അവൻ സാക്ഷിയാകും. പക്ഷേ എവിടെയാണ് തുടങ്ങുന്നത്? അവൻ്റെ ഭവനത്തിൽ, അവനെ ആക്കിയിരിക്കുന്ന ദേശത്ത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു എന്നെയും നിങ്ങളെ അയക്കുന്നു. പേടിച്ച് വാതിലടച്ച ശിഷ്യന്മാരുടെ നടുവിൽ വന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് ശിഷ്യന്മാരോട് പറഞ്ഞു. പിന്നെ അവരെ നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിന്നെ അയക്കുക. നീ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും കർത്താവിന് പറയാണ്, പിതാവാൻ ദൈവം യേശുവിനെ അയച്ച പോലെ അയച്ചേക്കുന്നു. എന്ന് പറഞ്ഞാൽ നാം കുറച്ച് രോഗികളെ സൗഖ്യമാക്കി അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് മാത്രം മടങ്ങാനല്ല, സൽഗുണങ്ങളെ പ്രഘോഷിക്കുന്നവരാണ്. അന്ധകാരത്തുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാതെ അത്ഭുത പ്രകാശത്തിൽ നീതി സൂര്യനായ യേശുവിനോട് ചേർന്ന് ജീവിക്കുന്നവരാണ്. നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സാക്ഷ്യവും ഒരുപോലെ കൊണ്ടുപോകണം. ക്രിസ്തീയ സാക്ഷ്യം. ഒരു ദൈവത്തിൽ ഒരിക്കലും സാക്ഷ്യം നഷ്ടപ്പെടുത്തരുത്. യേശു ക്രിസ്തു
അവസാന നിമിഷം വരെയും തൻ്റെ സാക്ഷ്യം നഷ്ടപ്പെടുത്തിയില്ല. ദൈവം അയച്ച ദൗത്യത്തിൽ നിൽക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് പറഞ്ഞ നീതിമാനായാലും നിഷ്കളങ്കനായാലും സ്വർഗത്തെക്കാൾ ഉന്നതനായി, പരിശുദ്ധനായിരുന്നു. രണ്ടും കൂടെ ചേർന്ന് പോകണം. നമ്മളെ വിളിച്ചേക്കുന്നത് വേർതിരിച്ച് ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് ദൈവം നമ്മളെ വിളിച്ചതാണ്. എന്തിനാണ് വിളിച്ചത്? എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാനല്ല, എല്ലാവരും സംസാരിക്കുന്ന പോലെ സംസാരിക്കാനല്ല, എല്ലാവരും സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാനല്ല. യേശുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ജീവൻ തന്നും ഉള്ള സ്നേഹം. അതിൽ ജീവിക്കാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. അതുകൊണ്ട് ഇന്ന് പിതാവ് പുത്രൻ പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം, ഞാൻ നിങ്ങളെ അയക്കുകയാണ്. എന്തിങ്ങനെ അയക്കുന്നത്? പിതാവ് എങ്ങനെയാണ് യേശുവിനെ അയച്ചത്? യേശുവിനെ അയച്ചോലെ നമുക്ക് സൗമ്യതയോടുകൂടെ താഴ്മയോടുകൂടെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠെന്ന് കാണാൻ, ശിഷ്യന്മാരുടെ പാദങ്ങളെ കഴുകി മാതൃക കാണിച്ചു പോലെ അതേ മാതൃകയിലൂടെ യാത്ര ചെയ്യാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം കേൾക്കുന്ന നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ പിതാവ് അയച്ചുപോലെ തന്നെ ഇന്ന് അയച്ചിരിക്കും. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ യേശു ജീവിച്ചതുപോലെ, യേശു സ്നേഹിച്ചതുപോലെ, യേശു ക്ഷമിച്ചതുപോലെ, യേശു നടന്നതുപോലെ, യേശു രോഗികളെ സൗഖ്യമാക്കിയതുപോലെ ഒക്കെ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇന്ന് യേശുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാട് യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ.